ഡബ്ഡ് സോങ്സ് ഇപ്പം അതും ചേട്ടൻ്റെ ഭയങ്കര ഹിറ്റാണ്. അത് ചെറിയ കാര്യമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ഓൾറെഡി ചിലപ്പം ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന ഒരു പാട്ടായിരിക്കും, അതിൻ്റെ മീറ്റർ പിടിക്കണോ അർത്ഥം പിടിക്കണോ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരില്ലേ. ഇഷ്ടം പോലെ മതിലുകൾ വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നമ്മളൊരു ക്രിയേഷൻ നടത്തണം. അങ്ങനെ മതിൽ വെച്ചിട്ടും ചേട്ടൻ അവിടെ ഹിറ്റായി എന്നുള്ള. ഓക്കെ, കുറേ സാധനങ്ങൾ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ക്രിഞ്ചാവുന്നു എന്നുള്ളൊരു പ്രശ്നവും കൂടെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിൽ ഇടം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അതിൻ്റെ പിന്നെ ഈ ഡബ്ബിംഗ് പടത്തിൽ പാട്ട് എഴുതുക എന്ന് പറയുന്നത് ഇതിനു മുമ്പ് എഴുതിയ ആളെ കുറിച്ച് പറയല്ല. ഇപ്പോൾ കബൂത്തർ ജ ജ ജ, അത് കബോധമേ പോ 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 എന്നാണ്. കബോധം എന്ന് പറഞ്ഞാൽ മാടപ്രാവ് എന്ന് വാൽമീകി രാമായണത്തിലെ ഒരു പദം. ഈ 18 വയസ്സുകാരിക്ക് കബോധം എന്താണെന്ന് അറിയാൻ പാടില്ലെന്ന് വിചാരിച്ച് ആ പദം ഉപയോഗിക്കരുത്. അപ്പം ഞാൻ ആര്യയിലും പ്രണയമായാലും ലക്ഷ്മിയിലും ഒക്കെ പാട്ട് എഴുതുമ്പോൾ കുറച്ച് ഡബ്ബിംഗ് പടത്തിലെ പാട്ട് എഴുതുള്ളൂ. പക്ഷേ എനിക്ക് ഡബ്ബിംഗ് പടത്തിലെ പാട്ട് എഴുത്തുകാരനൊരു ദുഷ്പേരല്ല, നല്ല പേര് തന്നെയാണ്. അത് അന്ന് ദുഷ്പേരായിരുന്നു. കാര്യം സിനിമയിലേക്കുള്ള എൻട്രിക്ക് അത് തടസ്സമായിരുന്നു. പക്ഷേ ഓൾറെഡി അപ്പോൾ ചേട്ടൻ ഹിറ്റ് സിനിമയിലുണ്ടല്ലോ. ഇല്ല, 2 പടത്തിൽ എഴുതിയിട്ട് എനിക്ക് മറ്റവസരം ഒന്നും കിട്ടാതായപ്പോഴാണ് ഞാൻ ഈ ഡബ്ബിംഗ് പടത്തിൽ പാട്ട് എഴുതാൻ കാരണം. മറ്റവസരങ്ങൾ കിട്ടിയില്ല. കനകസിംഹാസനത്തിലേക്ക് എത്താൻ 2 വർഷം നീണ്ടു നിന്നു. പടം കിട്ടിയില്ല, ഞാനൊരു സിനിമാക്കാരനായില്ല. അല്ല, സിനിമാക്കാരനായിരുന്നെങ്കിൽ അവരെന്നെ ഹരിഹരൻപിള്ളയിലും വെട്ടത്തിലും എഴുതിയൊരു ഗാനരചയിതാവിനെ എന്നെ ഒന്ന് രംഗത്ത് അവതരിപ്പിച്ച അതേ തീവ്രതയോടെ എന്നെ കൊണ്ട് നടക്കാമായിരുന്നു. അപ്പം എനിക്ക് അവസരങ്ങൾ കിട്ടിയില്ല. ആ സമയത്താണ് ശ്രീ ഖാദർ ഹസൻ എന്നെ പ്രണയമായ എന്ന പിന്നെ സിനിമയിൽ വിളിക്കുന്നത്. അതിലാണ് ഐ ആം വെരി സോറി 4000 സോറി, ഐ ആം വെരി സോറി നാദാ ബംഗ സോറി എന്നായിരുന്നു അവിടുത്തെ. അപ്പോൾ ഈ നാദാ ബംഗ സോറിയുടെ അർത്ഥം അന്വേഷിക്കാൻ പോകാതെ ലിപ് മൂവ്മെന്റ് അനുസരിച്ച് 4000 ആക്കിയത് കൊണ്ടാണ് ഇപ്പോഴും അത് തമാശയായിട്ടാണെങ്കിലും ഓർക്കണത്. ഡബ്ബിംഗ് പടത്തിൽ പാട്ട് എഴുതുമ്പോൾ അതൊരു ട്രാൻസ്ലേഷൻ അല്ലായിരുന്നു, ട്രാൻസ്ക്രിയേഷൻ ആയിരുന്നു. ഒരു തമാശയായിട്ട് പറയുകയാണ്. അതായത് ഐസ്ക്രീം കൊണ്ട് ഒരു പെൺകുട്ടി, ഒരു വണ്ണമുള്ള പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് കാമുകൻ പുറകിൽ നിന്നിട്ട് എന്തോ പറയുകയാണ്. നമുക്കറിയില്ല എന്താണെന്ന്, കന്നഡയല്ലേ, എന്ന് പറയുവാണ്. ഇതിനെ എന്തെങ്കിലും എഴുതണ്ടേ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കൊണ്ട് നടക്കുന്നു. ഐസ്ക്രീമിലെ മുത്തി നുണഞ്ഞാൽ ഹൈ സ്പീഡിൽ ഗുണ്ടുമണി നീ ഡയറ്റിങ്ങിലെ സ്ലിമ്മായിടു മോളെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അവിടുത്തെ ഡയറക്ടറോ അവിടുത്തെ ഗാനരചയിതാവോ സ്വപ്നം കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? വേറൊരു തമാശ, BA-ക്കാരും MA-ക്കാരും തമ്മിലുള്ള റാഗിങ് സോങ്ങാണ് പ്രണയമായ സിനിമയിൽ. റാഗിങ് സോങ് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗാജു ഗാജു ഗ, നമ്മളോ കുറെ പൊട്ടന്മാരിരുന്നത് കാണുവാണത്. അപ്പോൾ ഞങ്ങളൊക്കെ എന്തെഴുതണം, ഭാഷ അറിയാൻ പാടില്ല അവിടുത്തെ. അപ്പം നമ്മൾ BA-ക്കാരൻ ഇവിടെ നിൽക്കുന്നു, MA-ക്കാർ പാടുവാണ്. കമ്പ്യൂട്ടേഴ്സും ആർട്സും സയൻസും മാത്സും കോമേഴ്സും പരിക്രം ക്ലാസ്സും സബ്ജക്ട്സ് ഇതെല്ലാം അപ്പടി നോയ്സൻസ്. ക്യാമ്പസിൻ പടിയേറി വരുന്നവർ അറിയുക മാനേഴ്സ്. പഠിക്കൂ പുത്തൻ ലോ ബുക്സ്, വെരി ഇമ്പോർട്ടൻറ്റ് സിലബസ്. ഇതൊരു കമൽ സിനിമയിലോ ഷാജി കൈലാസ് സിനിമയിലോ സത്യനന്ദിക്കാടിൻ്റെ സിനിമയിലോ തമാശയ്ക്ക് എഴുതേണ്ട പാട്ടാണ്. പക്ഷേ അത് ഒരു ഡബ്ബിംഗ് പടത്തിൽ നമ്മൾ അവിടെ എന്തെഴുതിയെന്നറിയാൻ പാടില്ലാതെ ഇവിടെ വളരെ ഫ്രഷായിട്ട് എഴുതി വെച്ചു എന്നുള്ളത്. ഇപ്പം ഐ ആം വെരി സോറി 4000 സോറിയിൽ അടുക്കള കിളിയാകല്ലേ അടക്കമുള്ളവളാകല്ലേ അടുത്തുവാ നീ മുന്താസ് ബ്യൂട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അടുക്കളക്കിളി ഒരു പദപ്രയോഗമാണ്, ഒരു പുതുമയുള്ള, ഇതുവരെ ആരും ഉപയോഗിക്കാത്തൊരു പദം ഒരു ഡബ്ബിംഗ് പടത്തിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും പിന്നീട് എഴുതിയതൊന്നും ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. വേറെ പല ഡബ്ബിംഗ് പടത്തിലും പലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആൾക്കാർ. ഇതെല്ലാം എൻ്റെ തലയിലാണ്. ഞാൻ 3-4 പടത്തിൽ എഴുതിയിട്ടുള്ളൂ. പിന്നെ മൊണാലിസ എന്ന് പറയുന്ന പടത്തിൽ കാർ 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 ബന്ദേ എന്ന് പറഞ്ഞാണ് പാട്ട് തുടങ്ങണത്. അവിടെ ഇവിടെ അത് കാർ കാർ കാറ് വന്നേന്ന് എഴുതി എങ്ങനെ ഇരിക്കും? ഇവിടുത്തെ കൾച്ചറേ അതല്ല. കാറെന്തിനാ വന്നെ അങ്ങനെ ഒരു പാട്ടോ ഇപ്പം ഉണ്ടാവും, അന്നുണ്ടാവില്ല. അത് ഡബ്ബിംഗ് പടത്തിൽ പോലും ഭംഗിയായിട്ട് എഴുതണം. അപ്പം അത് ചോക്ലേറ്റ് ഹീറോയല്ലേ എന്ന് മാറ്റി ചേലിൽ മിന്നി തെന്നീടില്ലേ എന്നാക്കി. അപ്പോൾ കളർ മാറി.
നമുക്ക് എന്തും ചെയ്യാം ഡബ്ബിംഗ് പടത്തിൽ നമ്മുടേതായ സങ്കല്പം അനുസരിച്ച്. മലയാളി അതെല്ലാം ഏറ്റുവാങ്ങുന്നതിന്റെ തെളിവാണ് ആര്യയിലെ ഫസ്റ്റ് ആര്യ, അതുപോലെ തന്നെ പ്രണയമായി എന്ന പടങ്ങൾ. ഇത്രയും കാമ്പുള്ള 14-ാമത്തെ വയസ്സിൽ എഴുതി അംഗീകാരം മേടിച്ച് കിട്ടിയ ഒരാള് ഡബ്ബിംഗ് പടത്തിൽ ഇതുപോലെ ഇങ്ങനെ എഴുതേണ്ടി വരുന്നു. ഒരു രസം, കുറെ കൂടെ ഡെപ്തിൽ എഴുതാൻ ഇനിയും പറ്റും എന്ന് തോന്നും. അപ്പൊ അങ്ങനെ ഒരു വിഷമോ ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ ഈ വർഷം 135ഓളം സിനിമയിൽ പാട്ട് എഴുതി, പ്രിയദർശന്റെയും ഒക്കെ എഴുതി ഒരാൾ ഈ വർഷം ചെയ്ത കാര്യം കേട്ടോളൂ. നാദിർഷയുടെയും അതുപോലെ തന്നെ വലിയ വലിയ സംവിധായകരുടെയൊക്കെ സിനിമയിൽ 5 സിനിമയിൽ ഈ 2 മാസത്തിനായി പാട്ട് എഴുതി. ബിപിൻ ജോർജിന്റെ ശുക്രൻ, അതുപോലെ തന്നെ അനൂപ് മേനോന്റെ ഈ തനിനിറം, മാജിക് മഷ്റൂം ഫ്രം കഞ്ഞിക്കുഴി, അത് പിന്നെ നാദിർഷയുടെ പടം. ഇവ 5 മുഖ്യധാരാ സിനിമകളിൽ പാട്ട് എഴുതി. ഈ വർഷം തന്നെ ഞാൻ 10 പ്രൊഫഷണൽ നാടകങ്ങളിൽ പാട്ട് എഴുതി, 3 ബാലയിൽ പാട്ട് എഴുതി, 25 പാട്ട് കുട്ടികളുടെ എഴുതി. അപ്പോൾ വ്യത്യസ്തമായ ജേർണലുള്ള പലതും. സിനിമയിൽ പാട്ട് എഴുതുന്നതിൻ്റെ 100-ൽ 1 പ്രതിഫലം ചിലപ്പോൾ താഴെ വന്ന ബാലയ്ക്ക് എഴുതിയാൽ കിട്ടില്ല. പക്ഷെ രണ്ടും ഒരേ മനസ്സോടെ ആത്മാർത്ഥതയോടെയാണ് ഞാൻ ചെയ്തത്. ഒരു ഈഗോ ഇല്ല ആ കാര്യത്തിൽ, മനസ്സിലായില്ലേ? ആ കാര്യത്തിൽ ഒരു ഈഗോയും പാടില്ല. കാര്യം ഞാൻ രംഗത്ത് വന്നത് നാടകത്തിലാണ്. അന്ന് 101 രൂപ പ്രതിഫലം തന്നു. അപ്പോൾ ഈ 101 രൂപ പിന്നെ ഇവിടെ എത്രയോ ഇരട്ടിയാണ് ഇപ്പം കിട്ടിയ ഏറ്റവും ചെറിയ പ്രതിഫലം, മനസ്സിലായില്ലേ? അതുമാത്രമല്ല, ഇപ്പം കിട്ടിയ ഏറ്റവും ചെറിയ പ്രതിഫലം കൊണ്ട് എൻ്റെ വീട്ടിൽ 2 മാസത്തെ കറണ്ട് ചാർജ് അടയ്ക്കാം. അപ്പം ഞാനെന്തിനാ ഗമ കാണിക്കുന്നത്? ഒരു വലിയ ഉദ്യോഗസ്ഥൻ 3 ദിവസമെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ടാൽ ഈ പൈസ കിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കണം. നമ്മൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണതെല്ലാം ചിന്തിക്കാൻ നേരത്ത് ഈഗോ ഉണ്ടാവില്ല. എന്തും എഴുതാം, പാട്ടാണ്. അത് ബാലയിൽ എഴുതിയാലും, കമൽ സാറിൻ്റെ സിനിമയിൽ എഴുതിയാലും, സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ എഴുതിയാലും, പ്രിയദർശൻ്റെ പടത്തിൽ എഴുതിയാലും, ഒരു സാധാരണ ഒരു നാടകത്തിൽ എഴുതിയാലും ഒരേ ആവേഗത്തോടെയും ആവേശത്തോടെയും നമുക്ക് എഴുതാൻ കഴിയണം. അതിലൊരു ഈഗോ ഇതുവരെ ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാവരുത്. അതാണ് പ്രാർത്ഥന. ഒരുപാട് യങ് ആയിരുന്ന സമയം മുതലേ എഴുതിയിട്ടുള്ള ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു കൗതുകം കൊണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് ചേട്ടനോട് റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഞാൻ എഴുതില്ല എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എല്ലാ പാട്ടും ആ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ പുതുക്കപ്പെടുമ്പോൾ നമ്മുടെ ഭാഷ ഇതിനേക്കാൾ നന്നാക്കാമായിരുന്നു ഓരോ നിമിഷവും ചിന്തിച്ചാലേ ഒരാൾക്ക് നല്ല എഴുത്തുകാരനായിട്ട് ചിന്തിക്കാം. നമുക്ക് പ്രോഗ്രസ്, നമുക്ക് ഇപ്പൊ ഷെമി അഭിനയിച്ച സീരിയലൊന്ന് അല്ലെങ്കിൽ ഓരോ രംഗമൊന്നും ആലോചിച്ച് നോക്കി, ഇതിനേക്കാൾ ഭംഗിയാക്കാമായിരുന്നില്ലേ? അല്ല, ഇപ്പൊ ഞാൻ ഭംഗിയാക്കിയാലും തിങ്കൾ നിലാവിലും കാക്കാമലയിലും അർത്തുങ്കലപ്പള്ളിയൊക്കെ മാറ്റാനൊക്കെ ഞാൻ ഭംഗിയാക്കിയാലും നിങ്ങൾ സമ്മതിക്കുമോ? അർത്തുങ്കലപ്പള്ളി ഇത് ഇടത്തോ പള്ളിയാക്കാമായിരുന്നു ഞാൻ ചിന്തിക്കുമോ? നിങ്ങൾ പറയാം അത് നടക്കില്ല. ഞങ്ങളുടെ പള്ളി പെരുന്നാളിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ ചില പാട്ടുകൾ ബോധപൂർവ്വം എഴുതിയതാണ്. അർത്തുങ്കൽപ്പള്ളി അതുപോലത്തെ എഴുത്താണ്. കാര്യം കിഴക്കൻ പ്രദേശത്ത് നടക്കുന്ന കഥയാണ്. ആ കഥ ഇതിൽ പടിഞ്ഞാറുള്ള അർത്തുങ്കൽപ്പള്ളിയെ കുറിച്ച് എഴുതേണ്ട ഒരു കാര്യമില്ല. ആ കഥയുമായിട്ട് ഒരു പരിസരം, പക്ഷെ ഞാൻ എൻ്റെ നാടിനെ അടയാളപ്പെടുത്തിയതാണ്. അതുപോലെ നമുക്ക് പാട്ടും അങ്ങനെയാണ്, കാണുമ്പോൾ കൊള്ളാം എന്ന് തോന്നും, പക്ഷെ ഈ പദം അവിടെ ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിക്കണം ഓരോരുത്തരും. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് പുതിയ ഒരു വർക്കിന് അതിന് പ്രോഗ്രസ് ഉണ്ടാവുന്നത്. വേറൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തതെന്ന് പറയുമോ, ഒരു ഇന്റർവ്യൂ കേട്ടപ്പോൾ ചേട്ടന് വിക്കുണ്ടായിരുന്നു. യു ആർ സച്ച് എ ബ്യൂട്ടിഫുൾ ഒറേറ്റർ. പ്രസംഗങ്ങളും ചേട്ടൻ്റെ കേൾക്കാനായിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരാൾ. ഇത്രയും അതിജീവനത്തിൻ്റെ ഭയങ്കര ഒരു സ്റ്റോറി, ഭയങ്കര ഒരു പവർഫുൾ സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വിക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾക്കുണ്ടാകുന്ന ചില എന്താ പറയുക ഇൻസെക്യൂരിറ്റീസാണ് വിക്കിൻ്റെ കാരണം. അതിനെ മറികടന്ന് ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായി. നമ്മുടെ വിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ വിക്കാണ്. അച്ഛനുണ്ട്, എൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാർക്കൊക്കെ ഉണ്ട്. ശരി. EMSന് ദൈവം കൊടുക്കാത്തൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയെന്ന് ഞാൻ പലപ്പോഴും തമാശക്ക് ഓർക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിക്ക് മാറിയില്ല. എനിക്ക് അച്ഛൻ തന്ന വിക്കാണ്, പാരമ്പര്യമായി നൽകിയ ഒരു. അത് മാറിപ്പോയി. ഒരു 22 വയസ്സ് വരെ ഞാൻ അങ്ങനെ സംസാരിക്കാൻ അറിയില്ല, കാര്യം പറയാൻ അറിയാൻ പാടില്ല, ആശയം വ്യക്തമാക്കാനുള്ള കഴിവുണ്ടായിട്ടില്ല, ക്ലാസ് മുറികളിലൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. വല്ലാതെ പേടിയായിരുന്നു ആരെങ്കിലും ചോദ്യം ചോദിക്കുമോ. അപ്പം അതിൽ നിന്ന് എൻ്റെ ഈ വിക്ക് മാറുന്നു എന്നുള്ളതൊരു എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് കാര്യം ഇതാണ്. എങ്ങനെ മാറിയത്? അത് ഞാൻ പറയും, ഞാൻ
ഞാനിതിനു മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. 22 വയസ്സിന് മുമ്പുള്ള എൻ്റെ പ്രണയവും എൻ്റെ സങ്കടവും എൻ്റെ പട്ടിണിയും എൻ്റെ ഇല്ലായ്മയും പിന്നെ വല്ലാത്ത അവഹേളനവും സമൂഹം നൽകിയ തിരസ്കാരവും ഇതൊന്നും ആരും പരിഗണിച്ചിട്ടില്ല. ഇനി ഞാനിത് പാട്ടിലാക്കാൻ പോവുകയാണ്. ഈ 12 വരിയിൽ ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ കേട്ടേ പറ്റൂ എന്ന് പറയുന്നൊരു വല്ലാത്ത ആത്മവിശ്വാസമുണ്ട്. എൻ്റെ പ്രണയം കേൾക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അത് ഞാൻ മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിക്കും, അത് മമ്മൂട്ടിയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, ദിലീപിനെ കൊണ്ട് പറയിപ്പിക്കും, പൃഥ്വിരാജിനെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ നിങ്ങൾ കേൾക്കും. ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ പോയില്ലേ, എനിക്കൊരു മൈക്ക് കിട്ടും, എന്നിട്ട് ഞാൻ കുറച്ച് വായിച്ചത് നിങ്ങളോട് പറയും, നിങ്ങളവിടെ ഇരിക്കും. ഈ ഒരു ആത്മവിശ്വാസത്തിലാണ് മിക്കില്ലാതായി പോകുന്നത്. ഈ ലോകത്ത് എനിക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് ഒരാൾക്ക് തോന്നുകയും എൻ്റെ സമൂഹം അത് കേൾക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണെന്ന് ഒരു തോന്നൽ കൂടി ഉണ്ടായാൽ നമുക്ക് എല്ലാ തരത്തിലും അതിജീവിക്കാൻ കഴിയും. ആ അതിജീവനം എവിടെയോ ഉണ്ടായി. ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ചേട്ടൻ പറയുന്നത് കണ്ട്, ചേട്ടൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല. സാധാരണ ഒരു എഴുത്തുകാർക്ക്, പൊതുവെ കലാകാരന്മാർക്കൊക്കെ ഭയങ്കരമായ ഒരു ചപലത അവർക്ക് എപ്പോഴും അത്രയും സ്ട്രോങ് ആയിട്ടുണ്ടാവും. ചപലതൊക്കെ ഉണ്ട്, ചപലതൊക്കെ എപ്പോഴും ഉണ്ടാവും. കാര്യം ശാഠ്യം ഉണ്ടാവും. 4 വയസ്സിലെ അമ്മയില്ലാതായി പോയവൻ്റെ ഒരു ശാഠ്യം മരണം വരെ എനിക്കുണ്ട്. എപ്പോഴും ശാഠ്യം ഉണ്ടാവും. പിന്നെ ആ ശാഠ്യം ഞാൻ മദ്യപാനത്തിലേക്ക് ഇല്ല, ആ ശാഠ്യമൊക്കെ ഞാൻ എന്നെ തന്നെ പുതുക്കപ്പെടും ആ ശാഠ്യത്തിൽ. എനിക്കറിയാം ഈ ശാഠ്യത്തിലൊന്നും ആരും എന്നെ തലോടാനില്ല. അതുകൊണ്ട് എന്നിലെ ഞാൻ തന്നെ എന്നെ പ്രണയിക്കുകയും സ്നേഹിക്കുകയും പിന്നെ കരുതുകയും ചെയ്യും. അവിടെയാണ് ഇതില്ലാതെ പോകുന്നതും ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും. അതെ, എന്നിലെ ഞാൻ എന്നെ പ്രണയിക്കുന്നു. ഇപ്പോഴും ഇത്രയും പല തലമുറകളോടൊപ്പം സഞ്ചരിക്കാൻ എല്ലാം എന്നിലെ ഞാൻ എന്നെ പ്രണയിക്കുകയും കരുതൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരും ഇല്ലെങ്കിലും എന്നിലെ ഞാനുണ്ട് എനിക്ക്. അതെ, പിന്നെ എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നിലെ ഞാൻ എന്നെ പ്രണയിക്കുകയും കരുതലോടെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന കാലത്തോളം നിങ്ങൾ എത്രയൊക്കെ ഇനി എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്ന് ഓരോ വ്യക്തിയും വിചാരിക്കുന്നിടത്താണ് ഓരോ വ്യക്തി അനുനിമിഷം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഞ്ചാരം എനിക്കുണ്ട്. ആ സഞ്ചാരം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഇത്രയും പാട്ടുകൾ എഴുതിയതും വിക്കില്ലാതെ സംസാരിക്കുന്നതും ഏത് ദുഃഖത്തിൻ്റെ കൊടുമ്പിരിയിലും ഒരു തുള്ളി മദ്യം, അന്ത കണ്ണദാസനെ പോലെ തണ്ണിയടിച്ചാൽ കവിതയിൽ വരുമോ കഴുതയ്ക്ക് എന്നൊരു ചൊല്ലുണ്ട്. മനസ്സിലായില്ലേ? അന്ത കണ്ണദാസനെ പോലെ തണ്ണിയടിച്ചാൽ കവിതയിൽ വരുമോ കഴുതയ്ക്ക്. അപ്പം ഞാനിങ്ങനെ കുറേ മദ്യപിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് വിസനം വലിച്ചിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ നല്ല പാട്ടൊന്നും ആവില്ല. എനിക്ക് വായന ഉണ്ടാവണം, അനുഭവങ്ങളെ പാകപ്പെടുത്താനുള്ള കഴിവുണ്ടാവണം, ഈ സമൂഹമായിട്ട് ബാധ്യത ഉണ്ടാവണം. ആ വാക്ക് വലിയ വാക്കാണ്. സമൂഹമായിട്ട് നമുക്കൊരു ബാധ്യതയുണ്ട്. ഈ കാണുന്ന അവിടെ ഇവിടെയൊക്കെ കിടന്ന് കളിയാക്കുന്ന 1-2 പേരൊന്നും അല്ല സമൂഹം. നമ്മളെ സ്നേഹിക്കുകയും ആദരവോടെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം നമ്മളെ കരുതലോടെ കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മദ്യപിച്ച് എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരിക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ ഫൂളാവും. ആ സമയത്ത് നമ്മുടെ വാക്കിന് വ്യവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ താമസിച്ച് വരുമ്പോൾ സമ്മേളനത്തിൽ നമുക്ക് വിലയുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ സ്വയം കാത്തു സൂക്ഷിക്കുകയാണ്. എത്ര നാളാവുമെന്നല്ല, എത്ര നാളാവും അത്ര നേരമേ നമുക്ക് വിലയുണ്ടാവും. ചേട്ടൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ലിറിസിസ്റ്റ് ആകുക എന്നുള്ളൊരു തീരുമാനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സിനിമയിലേക്ക് എഴുതാൻ പോവുക, അല്ലെങ്കിൽ നാടകങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിതം ആ രീതിയിൽ ഒരു ലോയർ ഡോക്ടർ എന്നൊക്കെ ഉള്ള രീതിയിൽ പോകുന്ന സമയത്ത് അത്രയും ഒരു ടഫ് ഡിസിഷൻ എടുക്കാൻ വീട്ടുകാർ ചേട്ടന് ഫേവറബിൾ ആയിരുന്നു? വീട്ടുകാരെന്ന് പറഞ്ഞാൽ വീട്ടിൽ അച്ഛനെ ഉള്ളായിരുന്നു. അമ്മ 4 വയസ്സിലില്ലാതായതാണ്. അനിയൻ 15 വയസ്സിൽ മരിച്ചുപോയി. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളൂ. അനിയനൊക്കെ വളരെ പ്രശസ്തനാണ് എൻ്റെ ഇൻ്റർവ്യൂവിലൂടെ. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനുള്ള അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു 22 വയസ്സിൽ സർക്കാരിൻ്റെ ശമ്പളം മേടിച്ച ആളാണ്. മിൽമയിൽ എനിക്ക് ജോലി കിട്ടി, മിൽമ ഇലക്ട്രിക് സെക്ഷനിൽ. എന്നോടൊപ്പം വന്ന് കയറിയവരെല്ലാം പിന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മിൽമ എന്ന് പറയുന്ന സ്ഥാപനം PSCക്ക് വിടുന്നതിന് മുമ്പുള്ള ഒരു അപ്രന്റീസ്ഷിപ്പ് ആയിട്ടുള്ള ഒരു നിയമനമായിരുന്നു ഞങ്ങളുടെയൊക്കെ. പക്ഷേ ഞാൻ ആ ജോലിക്കൊന്നും വളരെ ആത്മാർത്ഥത കാണിച്ചില്ല. എൻ്റെ മനസ്സിൽ കവിതയും എഴുത്തും ഒക്കെ തന്നെ ഉള്ളായിരുന്നു. സിനിമയിൽ എഴുതി പ്രശസ്തനാകുമെന്നോ ഈ ഒരു അവസ്ഥ എത്തുമെന്നൊന്നും സ്വപ്നം കണ്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇത് അത്ഭുതത്തോടെ കാണുന്നത്. പക്ഷെ എനിക്ക് വേറെ സ്വപ്നങ്ങളില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് അപ്പം സാറിനൊരു ബുക്കിൽ പറയുന്നുണ്ട്, ഒരു ട്രെയിൻ കാണാൻ പോയപ്പോൾ ഒരു പേരക്കിടാവ് ഒരു ട്രെയിൻ കാണാൻ പോയി. അപ്പോൾ ട്രെയിൻ കണ്ടപ്പോഴേ മുത്തച്ഛനെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ അതേ ട്രെയിൻ എന്ന് പറഞ്ഞു.
അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇത് ട്രെയിനാണോ ഇത് ആദ്യം കാണുമോ ഇത് ഓടൂലിടാവോ എന്ന് പറഞ്ഞു. ട്രെയിൻ പതുക്കെ മൂവ് ചെയ്തപ്പോഴത്തേക്ക് പെരക്കടാവ് പറഞ്ഞു കൊച്ചുകുട്ടി ട്രെയിൻ മൂവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു ആ ജംഗ്ഷൻ വരെ പോകും എന്ന് പറഞ്ഞു. ഇപ്പോൾ അർത്ഥങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ടാവും. ട്രെയിൻ കുർള ട്രെയിനായിരുന്നു, അത് കുർളയിലേക്ക് ഓടിപ്പോയി. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശനോട് പെരക്കടാവ് പറഞ്ഞു ആ ജംഗ്ഷൻ വരെ പോകുമെന്ന് പറഞ്ഞ ട്രെയിൻ വളരെ വേഗത്തിൽ എങ്ങോട്ടോ ഓടിപ്പോയി മുത്തശ്ശ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു പോയല്ലേ ഇനി അത് നിൽക്കില്ലടാവും എന്ന് പറഞ്ഞു. ഒരു 5-6 വർഷം കഴിയുമ്പോൾ അത് അങ്ങനെ പറയും കേട്ടോ. എൻ്റെ നാട്ടുകാരിൽ കുശുംബന്മാരും ഉന്നയമ്മക്കാരും എല്ലാ നാട്ടിലുണ്ട്. അവർ ഇനി പറയും ഇനി അവൻ നിൽക്കാൻ പോണില്ല, ഇനി അവൻ അവിടെ അങ്ങനെ പോയി അങ്ങനെ പറയിപ്പിക്കണം നമുക്ക്. അല്ലാതെ നമ്മളെ എല്ലാവരും നമ്മളെ ആദരിച്ച് പരിപാലിച്ച് താങ്കളുടെ തളർച്ചയുണ്ടാവും. നമുക്ക് താങ്ങില്ല ആരും. ഒരാളും നമ്മളെ സഹായിച്ചിട്ടെന്ന് പറയാനാവില്ല, നമ്മളെ കരുതലോടെ കൊണ്ടുപോയിട്ടില്ല എന്നും പറഞ്ഞ ആരോടും വിരോധമില്ല, ആരോടും വിരോധം പാടില്ല. എന്താണെന്നറിയാമോ? നൊമ്പരങ്ങളെ നൽകിയവർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക. അല്ലലെന്നും അലങ്കാരമല്ലയോ, നല്ല വിജയത്തിന് ആധാരമല്ലയോ. അല്ലൊരു അലങ്കാരമാണ്, അല്ലാതെ നമ്മളെല്ലാവരും കാത്തു സൂക്ഷിച്ച് പൊന്നുപോലെ ഉമ്മ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും ചക്കരക്കുട്ട എൻ്റെ മോൻ്റെ മിമിക്രി കണ്ടോ പാട്ട് കണ്ടോ എന്നൊക്കെ പറഞ്ഞു വന്നൊന്നും ഒരിടത്ത് എത്തിയിട്ടില്ല. അവരൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും സ്വപ്നം തോർന്നു പോയപ്പോൾ തീർന്നു പോയവരാണ്. നമുക്കങ്ങനെ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് സ്വപ്നം കാണുന്നേ ഇല്ല. ഞാൻ കണ്ട സ്വപ്നങ്ങളാണ്. ഞാൻ ഇനിയും വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്നും പറയാനൊന്നുമില്ല. ഇതിനേക്കാളും വലിയ സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ താലോലിക്കുന്നുണ്ട്. അതൊക്കെ സാധ്യമാവും. ക്ഷമി അറിയേണ്ടതായതുകൊണ്ട് ഈ അരേക്കുടി രാമാനുജയങ്കാർ എന്നൊരാളുണ്ട്. ആരാണ്? അരേക്കുടി. അദ്ദേഹമാണ് കച്ചേരി സമ്പ്രദായം ഉണ്ടാക്കിയത്. അപ്പം അദ്ദേഹം പാടിക്കൊണ്ടിരുന്നപ്പോൾ മുമ്പിൽ ഇരുന്ന ഒരാൾ അരേക്കുടി പാട്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പുള്ളി ഇങ്ങനെയല്ലേ പാടാനൊക്കെ ഉള്ളൂ. ലാസ്റ്റ് നിമിഷത്തിൽ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ലെജൻഡായി. അപ്പോൾ ഈ കക്ഷി തന്നെ അരേക്കുടി 3-4 വർഷമായി നാം ശ്രദ്ധിക്കുന്നു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അരേക്കുടി പറഞ്ഞ മറുപടി 3-4 വർഷമായി ഞാനല്ല ശരിയായത്, താങ്കളാണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് നാളൂടെ കഴിയുമ്പോൾ ഞാൻ ശരിയായെന്ന് പറയും, പക്ഷെ ഞാൻ നേരത്തെ ശരിയായിരുന്നു. ഇനി ഞാൻ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പെശ കാണും. ചേട്ടാ, അത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. MG സാറുമായിട്ടുള്ള ചേട്ടന്റെ ബന്ധം, അതിന്റെ ഒരു ആഴം, അത് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് MG ശ്രീകുമാർ. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ ആൾക്കാർ പലവട്ടം ഇങ്ങനെ പറയും, അടുക്കുമ്പോഴേ മനസ്സിലാവുള്ള ഒരാളുടെ. അദ്ദേഹം എപ്പോഴും പിണങ്ങും, പക്ഷെ പിണങ്ങിയത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തിനാണ് പിണങ്ങിയെന്ന് പുള്ളി എന്നോട് ചോദിക്കും. അത്രയ്ക്ക് സിമ്പിളാണ് ആള്. അദ്ദേഹം എന്നെ ആദ്യം സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ 24 വർഷം മുമ്പാണ് ആ പാട്ട് എഴുതിയത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് എന്നെ കൂടെ കൂട്ടുന്ന, എപ്പോഴും എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന, എന്നെ ശാസിക്കുന്ന, യേശുദാസിന് ശേഷം നമ്മൾ ആരാധിക്കുകയും ആഘോഷിക്കുകയും ചെയ്തൊരു ഗായകനാണ്. ആ ഗായകൻ എൻ്റെ സഹപ്രവർത്തകനായി, എൻ്റെ ജ്യേഷ്ഠനായി, ജന്മാന്തര ബന്ധമുള്ള എൻ്റെ കൂടപ്പിറപ്പായി എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ തോന്നുന്നില്ല. ഇപ്പോഴും ഞാൻ ആഘോഷിക്കുകയാണ് ആ ബന്ധം. എന്നെ പ്രിയദർശൻ സാറിനെ പരിചയപ്പെടുത്തി. വെട്ടത്തിലും അറബി ഒട്ടകത്തിലും ആമയും മയിലും ഒക്കെ പാട്ടെഴുതിച്ചു. ഒരുപാട് യാത്രകളിൽ കൂടെ. അതായത് ചേട്ടൻ്റെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ബ്രേക്ക് പിന്നീട് സിനിമയിലേക്ക് ഉണ്ടാകുന്നത് MG സാറിൻ്റെ അല്ല, ഞാൻ ആദ്യ സിനിമയായ ഹരിഹരൻ പിള്ള എഴുതി. അന്ന് വലിയ ഹാപ്പി അല്ലായിരുന്നു ഹരിഹരൻ പിള്ള വലിയ ഹാപ്പി അല്ലായിരുന്നു. അപ്പം ഞാൻ ആ ഹാപ്പി അല്ലാത്ത ഹരിഹരൻ പിള്ളയെ കുറിച്ച് ഓർത്ത് ഞാൻ നോക്കുമ്പോഴാണ് MG ശ്രീകുമാർ വിളിക്കുന്നത്. നമുക്കൊരു എലക്ഷൻ പാട്ട് എഴുതണമെന്ന് പറഞ്ഞു. അന്ന് എലക്ഷൻ പാട്ടെങ്കിൽ ഇലക്ഷൻ പാട്ട് എന്തായാലും കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്ത് ഞാനൊരു ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലുകയാണ്. ആ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ വെട്ടത്തിൻ്റെ കമ്പോസിങ് നടക്കുകയാണ്. പ്രിയദർശൻ, BR പ്രസാദ് ഒക്കെ ഇരിക്കുന്നു. വെട്ടത്തിലെ എല്ലാ പാട്ടുകളും BR പ്രസാദ് എഴുതി കഴിഞ്ഞു. അപ്പോഴാണ് ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയുകയാണ്, പ്രിയ നമുക്ക് ഈ പാട്ട് രാജീവിന് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പ്രിയൻ സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളൊരാളെ കിളിച്ചിൻ്റെ മാമ്പഴത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ ഉള്ളൂ ശ്രീകുട്ട. BR ഇനി അടുത്ത സിനിമ വെട്ടം, അയാളൊന്ന് വളരട്ടെ, ഒന്ന് ക്ലിച്ച് പിടിക്കട്ടെ. അല്ലല്ല രാജീവിനോട് അവർ തമ്മിൽ എനിക്ക് വേണ്ടി വാദിക്കുകയാണ് ഒരാൾ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോട്. അങ്ങനെ പ്രിയൻ സാറോട് സമ്മതിച്ചു, ആ വാദം അംഗീകരിച്ചു അദ്ദേഹം. അങ്ങനെയാണ് എനിക്ക് വെട്ടത്തിൽ പാട്ട് എഴുതാൻ കഴിയുന്നത്. വെട്ടം കഴിഞ്ഞിട്ട് പിന്നെ പ്രിയൻ സാറിൻ്റെ പടം 8 വർഷത്തിന് ശേഷമാണ് അറബി ഒട്ടകം. അദ്ദേഹം പിന്നീട് ഹിന്ദിയിലൊക്കെ പടം ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നീടൊരു പടം ചെയ്തപ്പോഴും പ്രിയൻ സാർ എന്നെ ഓർത്തു.
കാര്യം അതിനും കാരണം എം ജി ശ്രീകുമാറാണ്. എത്രയോ ഭക്തിഗാനങ്ങൾ, എത്രയോ അയ്യപ്പ ഭക്തിഗാനങ്ങൾ, എത്രയോ യാത്രകൾ, എത്രയോ വലിയ റിയാലിറ്റി ഷോകളിൽ എന്നെ കൂടെ കൂട്ടി എൻ്റെ ഒരു ഗാനരചയിതാവിൻ്റെ അഭിപ്രായം കേൾക്കുക എന്നത് മലയാളത്തിലെ റിയാലിറ്റി ഷോയിൽ അങ്ങനെ പതിവില്ലാത്ത കാര്യമാണ്. എല്ലാവരും സംഗതി പോരാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ പാട്ടിന് ജീവനുള്ളത് വരികളുള്ളതുകൊണ്ടാണ്. സന്യാസിനി എന്ന് പറയാതെ ആ പദം എങ്ങനെ, ആ പാട്ടിനെ കുറിച്ചൊന്ന് പറഞ്ഞ്, ആ പാട്ട് എന്ത് പറയും? പുണ്യാശ്രമത്തിലൊന്ന് പറയുമോ? സന്യാസിനി എന്ന് പറഞ്ഞാലേ ആ പാട്ടിനെ കുറിച്ച് നമുക്ക് അറിയാൻ ഒക്കൂ. ആ പാട്ടിന് ഒരു പേരിട്ടത് പോലും എഴുത്തുകാരനാണ്. രാഗത്തിൻ്റെ പേരല്ല ആ പാട്ടിന്. ആ പാട്ടിന് പേരിട്ടവനെ എല്ലാവരും ഓർക്കില്ല. ആ പാട്ടിനൊരു ചരിത്രമുണ്ട്, ഒരു പ്രണയ ചരിത്രമുണ്ട്, ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. ഇത് പറയാനൊരു ഗാനരചയിതാവിനെ ഒരു റിയാലിറ്റി ഷോയിൽ അടുത്തിരുത്താറില്ല. അത് ഞാൻ വല്ലാതെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. മനസ്സിലായില്ലേ? പാട്ടിന് എത്രയേറെ സംഗീത മേമ്പൊടി ഉണ്ടെങ്കിലും, എത്ര ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോലാഹലം ഉണ്ടെങ്കിലും, ധാരാളിത്തം ഉണ്ടെങ്കിലും, വരിയില്ലെങ്കിൽ ആ പാട്ട് വെറും കോമഡി ആയിരിക്കും. അല്ലേ? ആണോ? അല്ലേ? വരിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു 100 വയലിനുണ്ട്, വരിയില്ല. 100 വയലിനാണ് വായിച്ച്, വരി ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. പാട്ടല്ലാതാവും. സാഹിത്യം എന്ന് പറയുന്നത് വ്യക്തമാക്കി ആ പാട്ടിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ എന്നെ പല റിയാലിറ്റി ഷോയിലും കൊണ്ട് ഇരുത്തിയ ആൾ കൂടിയാണ് എം ജി ശ്രീകുമാർ എന്ന് പറയുകയാണ്. എന്തായാലും നല്ലൊരു ടോക്കായിരുന്നു, നല്ല ചാറ്റായിരുന്നു. ചേട്ടൻ നടന്ന വഴിയൊക്കെ ഞങ്ങൾ ഈ 90s കിഡ്സിനൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പ്രായം ഇല്ലെന്നല്ല, നല്ല പ്രായമുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്കും ഇത് ഒരുപാട് രീതിയിൽ അവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വലിയ സന്തോഷം. എനിക്ക് ഇങ്ങനെ ഇപ്പം ഓരോ പിന്നെ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും ഓരോ പുതിയ ആൾക്കാരുമായി നമുക്ക് പരിചയം ഉണ്ടാവുകയാണ്. ചിലവർക്ക് തെറ്റിദ്ധാരണ മാറുകയാണ്, ചിലവരെന്നെ പരിചയപ്പെടുകയാണ്. അത്തരത്തിൽ സൂര്യ ടി വിയുടെ ഈ അഭിമുഖം, ക്ഷമയായിട്ടുള്ള ഈ സംസാരം, അത് വല്ലാത്തൊരു ആയിട്ട് ഞാൻ ഹൃദയത്തിൽ കൊണ്ടാടുകയാണ്. എന്നെപ്പോലെ ഒരാൾ സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരനായി തന്നെ തുടരുന്ന ഒരാൾക്ക് കിട്ടുന്ന എല്ലാ തരത്തിലുമുള്ള അംഗീകാരം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, പാട്ടിൽ മാത്രമല്ല ജീവിതത്തിലും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും ഉണ്ടാവണം, എല്ലാ തരത്തിലുമുള്ള പിന്തുണ ഉണ്ടാവണം, വാത്സല്യം ഉണ്ടാവണം. നമസ്കാരം.